മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ MLAക്ക് പാലക്കുഴ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. വടക്കൻ പാലക്കുഴയിൽ നിന്ന് ആരംഭിച്ച സ്വീകരണ പരിപാടി UDF ചെയർമാൻ KM സലീം ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ ഉല്ലാസ് തോമസ് അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് KM പരീദ് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് TN സുനിൽ, സുഭാഷ് കടക്കോട്, ഫ്രാൻസിസ് ആൻഡ്രൂസ്, സാജു വർഗീസ്, ദിൽഷ മണികണ്ഠൻ, ജെയ്സൺ ജോർജ്, എൽദോ വട്ടക്കാവിൽ, സനിത ബിജു, ഗ്രേഷ്യസ് ബേബി തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നൽകിയ സ്വീകരണങ്ങൾക്ക് ശേഷം പാലക്കുഴ സെൻട്രൽ കവറയിൽ ചേർന്ന സമാപന സമ്മേളനത്തിൽ മിനി സജീവ്, സേബ എബി, മേഴ്സി ജോസ്, റീന അനിൽ, പുഷ്പ വിജയൻ, MC ബിനീഷ്, ജോർജ് വട്ടക്കുന്നേൽ, സ്വപ്ന ബിജു, വീണ ഉണ്ണി, ജബോയ് മർക്കോസ്, സ്നോബി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. കൊണ്ടാണ് എനിക്ക് ഈ വിജയം സാധ്യമായത്. ഒരിക്കൽ കൂടി ഈ വിജയം നിങ്ങൾക്ക് എല്ലാവർക്കുമായി സമർപ്പിച്ചുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഏറെ വിനയത്തോടെ, ഏറെ അഭിമാനത്തോടെ, ഏറെ സന്തോഷത്തോടെ, ഏറെ സ്നേഹത്തോടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. പലർക്കും കരമടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. വില്ലേജിന് മുമ്പിൽ ബുധനാഴ്ച ദിവസം നമുക്കറിയാം 100-200 ആളുകളുടെ ക്യൂ അവിടെ നിൽക്കുന്നു. അതിലുണ്ടായ അപാകത പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് MLA അതിനുവേണ്ട മുൻകൈ എടുക്കും എന്ന് നമുക്കറിയാം. അത് സംഭവിച്ചിരിക്കുന്ന സർവേയിൽ അപാകത കൊണ്ട് എല്ലാം സബ് ഡിവിഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് കരമടയ്ക്കാൻ വരുന്നവരെ തിരിച്ചയക്കുകയാണ്. ഈ കരമടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് പലർക്കും ഒരു ലോൺ പുതുക്കുന്നതിനോ ലോൺ എടുക്കുന്നതിനോ ഒരു സ്വർണ്ണം പണയം വയ്ക്കുന്നതിന് പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. അവിടെ അതിന് വേണ്ടത്ര ഉദ്യോഗസ്ഥരില്ല. അതിന് മാമഞ്ചേട്ടനൊക്കെ ഉദാഹരണമാണ്. മാമഞ്ചേട്ടനൊക്കെ പ്രശ്നമായിട്ട് കുറേ ദിവസമായി പറയുന്നു. കുറേ ആളുകൾ പഞ്ചായത്തിനെ സമീപിച്ചു. പഞ്ചായത്തിൽ തീരുമാനം, ഒരു കമ്മിറ്റി തീരുമാനമെടുത്ത് സർക്കാരിലേക്ക് അയച്ചിട്ടുണ്ട്. അത് MLAക്ക് ഇന്ന് കൈമാറുന്നതാണ്. നമ്മളോട് പറഞ്ഞ വിഷയമാണ്.